നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ഈ OSI ലെയേഴ്സ് എന്ന് പറയുന്നത്. OSI ഓപ്പൺ സിസ്റ്റം ഇൻ്റർ കണക്ഷൻസ്. അതായത് നമ്മൾ ഈ ഒരു മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് നമ്മൾ ഇൻ്റർനെറ്റ് ബ്രൗസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ ഒരു 7 ലെയേഴ്സിൻ്റെ വർക്കിംഗ് ഉണ്ട്. 7 ലെയേഴ്സ് ഉണ്ട്. അതിലേറ്റവും ബേസ് ലെയർ എന്ന് പറയുന്നത് ഫിസിക്കൽ ലെയറാണ്. ദെൻ ഡാറ്റ ലിങ്ക് ലെയർ, അത് കഴിഞ്ഞിട്ട് നെറ്റ്വർക്ക്സ് ലെയർ, അത് കഴിഞ്ഞിട്ട് ട്രാൻസ്പോർട്ട്, സെഷനിൽ പ്രസൻറ്റേഷൻ, ഇങ്ങനെ ജസ്റ്റ് ലാസ്റ്റ് ടോപ്പിൽ ഹയസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ലെയറാണ്. ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുന്നത് നമ്മൾ അതിൽ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസാണ്. ഇപ്പോൾ ജിമെയിൽ, ഗൂഗിൾ ഡ്രൈവ്സ്, ഇതെല്ലാം വരുന്ന ആപ്ലിക്കേഷൻ ലെയറിലാണ്. then ഡിവൈസസ് ഒക്കെ വരുന്നത് ഏത് ലെയറിലാണ്? ഏറ്റവും ലാസ്റ്റ് ലെയറായ, അതായത് ഫസ്റ്റ് ബേസ് ലെയറായ ഫിസിക്കൽ ലെയറാണ്. അപ്പോൾ ഈ 7 ലെയേഴ്സിൻ്റെ കണക്ഷൻസ് അല്ലെങ്കിൽ കോൺഫിഗറേഷനോടുകൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്രൗസിങ് സാധ്യമാകുന്നു എന്ന് പറയാം. ബ്രൗസിങ്ങിൽ ഓരോ ലെയറിന് ഓരോ യൂസ് ഉണ്ട്. ഫിസിക്കൽ ലെയർ എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ അതിനകത്ത് ഹാർഡ്വെയർ ആയിട്ടുള്ള കോമ്പണൻസ് വരുന്ന ലെയറാണ് ഡാറ്റ. ദെൻ നെക്സ്റ്റ് വരുന്ന ഡാറ്റ ലിങ്ക് ലെയർ, ലിങ്ക് ബൈറ്റ് ഡാറ്റ ട്രാൻസ്ഫർ, എൻകോഡിങ് ഡീകോഡിങ് വരുന്ന നെറ്റ്വർക്ക്സ് ലെയർ ഉണ്ട്. നെറ്റ്വർക്ക്സ് ലെയർ എന്ന് പറയുന്ന ഡാറ്റ പാക്കറ്റ്സ് ആണ് വരുന്നത്. ആ നെറ്റ്വർക്ക്സിൽ നിന്ന് വരുന്ന ഡാറ്റ പാക്കറ്റ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്ട്രീംസ് മാനേജബിൾ ആയിട്ടുള്ള ബൈറ്റ് സ്ട്രീംസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഡാറ്റ ലിങ്ക് ലെയറാണ്. അപ്പോൾ ഓരോ ലെയർ പിന്നെ ഹാർട്ട് ഓഫ് ലെയർ എന്ന് പറയുന്നത് ഏതാ? OSIയിലെ ട്രാൻസ്പോർട്ട് ലെയർ ആണ് ഏറ്റവും നല്ല ഹാർട്ട് ഓഫ് ലെയർ എന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ട് ലെയർ ഈസ് ദ ഹാർട്ട് ഓഫ് ലെയർ. അതുപോലെ സെഷൻ ലെയർ ഉണ്ട്, ദെൻ പ്രസൻറ്റേഷൻ ഉണ്ട്, ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഓരോ ലെയറിനും ഓരോ യൂസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ 7 ലെയേഴ്സ് ടോട്ടലി അത് കണക്റ്റഡ് ആൻഡ് എസ്റ്റാബ്ലിഷ് ആണെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരു പ്രോപ്പറായിട്ട് നമ്മളൊരു ഡിവൈസ് വെച്ചിട്ട് നെറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഫിസിക്കൽ ലെയർ എന്ന് നമ്മൾ പറയുമ്പോൾ ഇപ്പോഴത്തെ ഒരു മൊബൈൽ ഫോൺ, ആ മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ജിമെയിൽ യൂസ് ചെയ്യുന്ന ആ ജിമെയിൽ വരുന്ന ലെയർ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ലെയർ, ഏറ്റവും ടോപ്പ് ലെയർ. ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് വരുന്നത് ഫിസിക്കൽ ലെയറാണ്.